ഇത് നോക്ക്. അമ്പിയാക്കളും ഔലിയാക്കളും കൊണ്ടുവന്നാത്ത പുരോഗതികളെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദല്ല, അതിന്റെ അപ്പുറത്തെ ഇസ്ലാമി ഓർന്നിട്ടുണ്ടോ? ഓ, ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയപ്പോ പറഞ്ഞു കണ്ടോ വിദ്യാഭ്യാസമൊക്കെ ഞങ്ങളാ കുട്ടയെ. എല്ലാം അമ്പിയ മുസ്ലിങ്ങളോടല്ലേ അള്ളാഹു ഇംപ്ലിമെന്റ് ചെയ്തത്. ലോകത്തെ ആദ്യത്തെ ഡോക്ടറാരാ മോനെ? ആദ്യത്തെ ഡോക്ടറാരാ? സുന്നിയാണ്, മുസ്ലിമാണ്. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ ആരാ? സുന്നിയാൻ, മുസ്ലിമാൻ, പ്രവാചകനാ. അതാണ് ലോകത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവാരാ? സുന്നിയാണ്, മുസ്ലിമാണ്, പ്രവാചകനാ. ഒക്കെ പറഞ്ഞുതരാ. ലോകത്തെ ആദ്യത്തെ ബിടെക് എംടെക് പാസ്സായ എഞ്ചിനീയർ ആരാ? ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് നമ്മൾ എഞ്ചിനീയർമാരാവണം, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങണം എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളും ഒരു സൂറത്തിനുള്ള പേര് വെച്ചു, സൂറത്ത് നൂഹ്. കണ്ട, എന്റെ 25 നബിമാരുടെ പേര് മാത്രമേ അള്ളാഹ്ക്ക് അറിയുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഖുർആനിൽ എത്ര നബിമാരുടെ പേരാ പറഞ്ഞു? 25. ലോകത്ത് എത്ര നബിമാര് വന്നു? അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പ്രകാരം 2,24,000 നബിമാര് വന്നിട്ടുണ്ട്. ആ നബിമാരാരൊക്കെയാണെന്ന് ഒരു റിസർച്ചിലേക്ക് പോയാൽ ചിലപ്പോൾ ശ്രീകൃഷ്ണനും നബിയായിരിക്കാം, ശ്രീരാമനും നബിയായിരിക്കാം. കാരണം പലരും പല വീക്ഷണത്തിലൂടെ ചെന്ന് പേരുമാറ്റി പറഞ്ഞതാ. ഇബ്രാഹിം, മുസ്ലിങ്ങൾ പറയുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം, ബൈബിളിൽ പറയുന്നു അബ്രഹാം, രണ്ടും ഒരാളാ. മുസ്ലിങ്ങൾ പറയുന്നു ദാവൂദ്, ബൈബിളിൽ പറയുന്നു ദാവീദ്, രണ്ടും ഒരാളാ. മുസ്ലിങ്ങൾ പറയുന്നു യൂസുഫ്, ക്രിസ്ത്യാനികൾ പറയുന്നു ജോസഫ്, രണ്ടും ഒരാളാ. മുസ്ലിങ്ങൾ പറയുന്നു ഇലിയാസ്, ബൈബിളിൽ പറയുന്നു ഏലിയാസ്, രണ്ടും ഒരാളാ. അല്ല, പിന്നെ ചില വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിങ്ങൾ പറയുന്നു റൂഹുല്ലാഹി ഈസ, ക്രിസ്ത്യാനികൾ പറയുന്നു യേശുക്രിസ്തു, രണ്ടും ഒന്നെ. പക്ഷെ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. എവിടെ? ക്രിസ്ത്യൻ സഹോദരന്മാർ പറഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ച് തറച്ചു. മുസ്ലിങ്ങൾ പറഞ്ഞു നോ, ഒമാ ഖതലു ഒമാ സലബു വലാകിൻ ശുദ്ദിഹ ലഹും. ഈസാ നബിയെ കൊന്നിട്ടില്ല, കുരിശിൽ തറച്ചിട്ടില്ല. പിന്നെ അവിടെ സംഭവിച്ചു പോയതിന്റെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. വലാകിൻ ശുദ്ദിഹ ലഹും, ഈസാ നബിയെ പോലത്തെ ഒരാൾ അവിടെ അവതരിപ്പിച്ചു. മുസ്ലിങ്ങളുടെ വിശ്വാസം മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്നാൽ 100% ശരി തന്നെയാ. എങ്ങനെ? കുരിശിൽ കിടക്കുന്ന പ്രവാചകൻ, കുരിശിൽ കിടക്കുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞതെന്താ? ഭരണഭാഷ നോക്കിയാക്കാനാ. കുരിശിൽ കിടക്കുന്ന ആള് വിളിച്ചു പറഞ്ഞത് യലോഹി 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 ലമ്മാ ശബ്ബത്താനി. സുറിയാനി ഭാഷയാണത്. യേശുക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷ സുറിയാനി ഭാഷയാണ്. ഒറിജിനൽ ബൈബിളിന്റെ ഭാഷ സുറിയാനിയാണ്. അതുകൊണ്ട് ആ കുരിശിൽ കിടക്കുന്ന ആള് വിളിച്ചു പറഞ്ഞു യലോഹി യലോഹി യലോഹി, ദൈവമേ, കർത്താവേ, പഠിച്ചവനെ, അല്ലാ, ലമ്മാ ശബ്ദത്താനി, നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ. ഒരു പ്രവാചകൻ അങ്ങനെ പറയൂല, പറയാൻ പാടുള്ളതല്ല. യൂനുസിനെ പിടിച്ച് മനുഷ്യൻ വീങ്ങിയപ്പോ മനുഷ്യത്തിന്റെ വയസ്സിൽ കിടക്കുന്ന യൂനുസ് നബി എന്താണ് പറയുന്നത്? ഖുർആൻ പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ-ളാലിമീൻ. മനുഷ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി പറയുന്നത് പടച്ചോനെ നീ എന്നെ കൈവിട്ടല്ലോ എന്ന് പ്രതീക്ഷ പറഞ്ഞ വർത്തമാനമല്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ-ളാലിമീൻ. ആരാധനക്ക് അർഹതയുള്ളവൻ നീയല്ലാതെ റബ്ബില്ല. സുബ്ഹാനക ഇന്ന് ഞാൻ പരിശുദ്ധതയെ വാഴ്ത്തുന്നു. ഇന്നി കുൻതു മിനൽ-ളാലിമീൻ, ഞാൻ അനുസരണക്കേട് പ്രവർത്തിച്ചവനായി. ഇന്നി കുൻതു മിനൽ-ളാലിമീൻ, ഞാൻ അനുസരണക്കേട് പ്രവർത്തിച്ചവനായി. ഡിസിപ്ലിൻ മറികടന്ന ആളായി പോയി. ഇത് പറഞ്ഞപ്പോഴേക്കും മനുഷ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസിനെ പുറന്തള്ളിക്കളഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ട് നിഅമല്ലബദു ഇന്നഹു അല്ലാഹു. വലിയ പരീക്ഷണങ്ങൾ നേരിട്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം അവസാന ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തിയപ്പോൾ അതാ ഇബ്ലീസ് ശൈത്താൻ ഒരു പ്രവാചകന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അയ്യൂബ് നബിന്റെ ഈമാൻ ബാത്തിലാക്കാൻ പറഞ്ഞു. അയ്യൂബ്, ഇനി നിന്റെ രോഗം മാറില്ല, നിന്റെ ഭാര്യയ്ക്ക് നിന്ന് വെറുപ്പല്ല, കുടുംബങ്ങൾ കൈവിട്ട്
ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷേ ലോകം തന്ന റബ്ബ് അത് ക്ഷമിപ്പിക്കാനും കഴിവുള്ളവനാണെന്ന വിശ്വാസം രൂപമൂലമായ ഈമാന് അടിയുറച്ച അയ്യൂബിനത് ഒരു വാചകം പോലും നിന്റെ രോഗം മാറ്റണം അല്ലാതെ പറഞ്ഞില്ല. അവസാനത്തെ സമയത്തെത്തിയപ്പോ അയ്യൂബിന് പറഞ്ഞുപോയി, പടച്ചവനേ എന്ന ഒരു വിഷമം തൊട്ടുപോയിട്ടുണ്ട് തമ്പുരാന്. വഅൻത അർഹമർ റഹീമീൻ, നീ റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും റഹീമാണ് എന്നൊരൊറ്റ വാക്കെന്ന് പറഞ്ഞപ്പോൾ അയ്യൂബ് നബിയുടെ ശരീരം പൂർവ്വദിശയിലേക്ക് മടങ്ങി. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ കിടക്കുന്ന ഒറ്റ സമയം പോലും പറഞ്ഞിട്ടില്ല, പടച്ചവനെ നീ എന്നെ കൈവിട്ടില്ല എന്ന്. അമ്പിയാക്കൾക്ക് അങ്ങനെ പറയാൻ പാടില്ല. കാരണം വലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സാധാരണക്കാർക്ക് പോലും അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾക്ക് നിരാശപ്പെടാൻ പാടില്ല. അല്ല സഹായിക്കും, അല്ല സഹായിക്കും, അല്ല സഹായിക്കും, അല്ല സഹായിക്കും, അതേ വരാൻ പാടുള്ളൂ. ഞാൻ ചുരുക്കി പറഞ്ഞത് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം മുസ്ലിങ്ങൾ വിശ്വസിച്ചു വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു, ഈസാ നബിയെ കൊന്നിട്ടില്ല, കുരിശിൽ തറച്ചിട്ടില്ല. പിന്നെ അവിടെ ഉണ്ടായതൊരു കൺഫ്യൂഷൻമാണ്. അതാണ് ബൈബിൾ പറഞ്ഞത്, എലോഹി എലോഹി ലമ്മാ ശബ്ബത്താനി, ദൈവമേ അല്ലാഹുവേ നീ എന്നെ കൈവിട്ടില്ലോ കൈവിട്ടില്ലോ എന്ന് ബർന്നബാസ് ബൈബിളിൽ രേഖപ്പെടുത്തി. ആ കുരിശിൽ കിടന്ന ആള് വിലപിച്ചിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല. അല്ലാഹു അങ്ങ് ഉയർത്തിക്കളഞ്ഞു. ഞാൻ പറയുന്നത് 25 നബിമാരുടെ പേരല്ലേ മോനെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞുള്ളൂ. എന്റെ 2,24,000 അല്ലെങ്കിൽ 1,24,000 നബിമാർ ലോകത്ത് വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ പേരെന്തേ പറയാൻ? അവരോടൊക്കെ വല്ല വ്യക്തിവൈരാഗ്യമുള്ളത് കൊണ്ടാ? അല്ല. എന്തുകൊണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ 25 ആളിലൂടെയാണ് അല്ലാഹു തആല ലോകത്തിന്റെ സകല പുരോഗതിയും ഇംപ്ലിമെന്റ് ചെയ്തത്. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. ആദ്യമായി ലോകത്തുണ്ടാക്കിയത് വിമാനമല്ല, കാറല്ല, സൈക്കിളല്ല, മോട്ടോറിക്ഷയല്ല, കാണവണ്ടിയല്ല, കപ്പല. ആദ്യമായി കപ്പലുണ്ടാക്കുന്നത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. എംടെക് ബിടെക് പാസ്സായ ആളാ ആ വിഷയത്തിൽ കേട്ടോ. അപ്പൊ നമ്മൾക്ക് എഞ്ചിനീയർ ആവണം. എഞ്ചിനീയറിംഗിന്റെ വിദ്യ അമ്പിയാക്കളുടെ വിദ്യയാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്തത് നൂഹ് നബിയാണ്. അതിന്റെ പ്രാധാന്യം അറിയിക്കാനാണ് 114 സൂറത്തിൽ ഒരു സൂറത്തിന് അല്ലാഹു പേര് വെച്ചു സൂറത്ത് നൂഹ്. കണ്ട മോനെ, നമ്മളിപ്പോ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ ശൈഖുന ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും മാഫിയത്തും ആരോഗ്യവും ദീനിന്റെ ഖിദ്മത്തിനായി മഹാനവറുകൾക്കും നമുക്കും ഏറ്റി പെരുമാറാവട്ടെ. ഈ പള്ളിയുടെ പ്രസിഡന്റാ കാന്തപുരം ഉസ്താദ്. ഇപ്പൊ ഈ പള്ളിയുടെ പ്രസിഡന്റാന്ന് പറയുന്നതില് അള്ളാടെ പള്ളിയാണ് കേട്ടോ, മുതലാക്കി പറയല്ല. അങ്ങനെ ആയിരക്കണക്കിന് പള്ളിയുടെ പ്രസിഡന്റാ. പക്ഷെ ഞാൻ അതിനെടുത്തോളം ഈ പള്ളിക്ക് മഹാനവർഗങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു പള്ളിയാണ്. ഭയങ്കരമായ അഭേദ്യമായ ബന്ധമുള്ള പള്ളിയാ. ഞാനിവിടെ വാങ്ങിന് ഡേറ്റ് കൊടുത്തത് എന്നോട് പറഞ്ഞത് 10-ാം തീയതി വരണമെന്നാണ് ഈ ബുഖാരി സാഹിബും വാരാൻ കൂടി പറഞ്ഞത്. ഞാനത് ഏറ്റെടുത്തു. അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് കോടതിയിൽ ഇരിക്കുകയാണ്. മൊബൈൽ ഓണാക്കരുതെന്ന് ഞങ്ങൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോടതിയിൽ എന്നോട്. ഞാൻ മൊബൈൽ സൈലന്റിലിട്ടെടുക്കുക. കാരണം ആരെങ്കിലും ആ സമയത്ത് വിളിച്ചാൽ മിസ് കോൾ പിന്നീട് തിരിച്ചു വിളിച്ചാലോ. അങ്ങനെ ജഡ്ജിമെന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കേസിൽ കേരളത്തിലെ OBC ലിസ്റ്റില് തണ്ടാന്മാർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ ചേർക്കണോ ചേർക്കണ്ടേ ഉഗ്രമായ ഹൈക്കോടതിയിൽ നിന്ന് 3 വക്കീലന്മാർ വന്ന് വാദം നടക്കുക. ഞങ്ങൾ 3 ജഡ്ജിമാരും ചേംബറിൽ നിന്നുകൊണ്ട് കേസ് ജയിക്കുക. ആ സമയത്താണ് കാന്തപുരം ഉസ്താദിന്റെ ഫോൺ ഇങ്ങനെ അതിനെ കാണുന്നത്. ഫോൺ എടുക്കാൻ പാടില്ല എന്ന് സിവിൽ കോടതിയാ. ഫോൺ എടുക്കാൻ പാടില്ല. എടുത്താൽ ജഡ്ജി തന്നെ നിന്ന് പറ്റിയാൽ പിന്നെ വരുന്ന ആൾക്കാർ നടന്നും പാത്തിലൊടുക്കല്ലോ. അതുകൊണ്ട് നമ്മൾ നിയമം പാലിക്കേണ്ടവരാ, നിയമം വൈലേറ്റ് ചെയ്യേണ്ടവരല്ല, ലംഘിക്കേണ്ടവരല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എക്സ്ക്യൂസ് മീ സാർ, ഐ ആം റിയലി വെരി സോറി, പ്ലീസ് സൈലന്റ്. എന്റെ ഗുരുനാഥൻ എന്നെ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് ചേംബർ വിട്ടിറങ്ങാം. 5 മിനിറ്റ് കോടതി സ്റ്റോപ്പാക്കി. ഞാൻ